ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നൊരു കുഞ്ഞു മാരേജ് വ്ളോഗാണ്, കണ്ണൂർ സ്പെഷ്യൽ മാരേജ് വ്ളോഗ്. വേറെ ആരുതുമല്ല, എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ തന്നെയാണ് കേട്ടോ കല്യാണം. അപ്പോൾ ആ 2 ദിവസത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ഒരു 3 മിനിറ്റുള്ള ഒരു ചെറിയ വീഡിയോ ആക്കിയിട്ട് അവതരിപ്പിക്കുന്നതെന്ന്. അതുകൊണ്ട് മാക്സിമം എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ടൊന്ന് കാണണേ. ഇപ്പം പൊതുവേ നടന്നു വരുന്ന കല്യാണങ്ങളിൽ രംഗോലി നൈറ്റും പഞ്ചാബി നൈറ്റും അങ്ങനെ ഒരുപാട് നൈറ്റ് ഉണ്ട്. പക്ഷെ നമ്മളെ ഈ കല്യാണത്തിന് മെഹന്തി നൈറ്റും നിക്കാഹിൻ്റെ ദിവസം ഈ 2 ദിവസത്തെ ഫംഗ്ഷൻ മാത്രമേ ഉണ്ടായിരുന്നു. പിന്നെ ഈ കല്യാണ വീട് ബ്രൈഡിൻ്റെ അല്ലാത്ത ചെക്കൻ്റെ വീടായതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒരുപാട് ഫംഗ്ഷൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. നല്ലൊരു ലഗോൺ ചിക്കൻ്റെ ബിരിയാണി ഉണ്ടായിരുന്നു. അതും കഴിച്ച് കുടുംബക്കാരെല്ലാം കൂടി കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്ത് എല്ലാവരും പിരിഞ്ഞത്രേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ പിറ്റേന്ന് മോർണിംഗ് ഒരു 10 മണിക്കാണ് നിക്കാഹ് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ പള്ളിയിൽ വെച്ചിട്ട് തന്നെയാണ് ഉണ്ടായിരുന്നു കേട്ടോ. പെണ്ണിൻ്റെ വീട് നമ്മളെ നാട്ടിൽ നിന്ന് കുറച്ച് ലോങ് ആയതുകൊണ്ട് തന്നെ നമ്മളെ 2 വണ്ടികളൊന്നും ബൊക്കയിലും വെച്ചിട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ഫ്രഷ് ഫ്ലവേഴ്സ് കാണാൻ വേറെ തന്നെ ഒരു ഭംഗിയാണല്ലേ. ഈ കല്യാണ ഫംഗ്ഷനിലെ ആണുങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിക്കാഹിന് പള്ളിയിൽ കൂടലെന്നാണ്. അപ്പോൾ നിക്കാഹിന് പോകാൻ വേണ്ടി എല്ലാവരും വന്നപ്പോഴാണ് ഫംഗ്ഷന് കുത്താൻ വേണ്ടിയിട്ടുള്ള മുല്ലപ്പൂ മക്കൾക്കൊന്നും വാങ്ങിയിട്ടില്ല എന്ന് ഓർമ്മ വന്നത്. അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാനും ഹസ്ബൻഡും കൂടി ഒന്ന് മുല്ല വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ടായിന്. പക്ഷെ ഇങ്ങനെ കാണുന്ന മുഞ്ചൊന്നും നോക്കണ്ട, തീരെ സ്മെല്ലില്ലാത്തൊരു മുല്ലയെന്ന് കിട്ടീന്. നമ്മളീ അടുത്ത ബന്ധുക്കളെ അടുത്ത റിലേഷനിലുള്ള കല്യാണവും കാര്യങ്ങളൊക്കെ വന്നാലല്ലേ മക്കൾക്ക് ഇങ്ങനെ മുല്ലയെല്ലാം വാങ്ങിക്കൊടുക്കും. അതന്നെ അവരെ കാണാനുള്ളൊരു ഭംഗിക്ക് വാങ്ങിക്കൊടുക്കുന്നതെന്ന്, അല്ലാണ്ട് അവരാവശ്യപ്പെട്ടിട്ട് വാങ്ങിക്കൊടുക്കുന്നൊന്നല്ല കേട്ടോ. അതന്നെ പക്ഷെ ഫ്ലോപ്പായിപ്പോയി. ഇതുവരെ ഇത്രയും സ്മെല്ലില്ലാത്ത മുല്ല ലൈഫിൽ കണ്ടിട്ടില്ല, അങ്ങനെ വേണമെങ്കിൽ പറയാം. പക്ഷെ വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ടും കുട്ടികളോട് ഏറ്റുപോയതുകൊണ്ടും വാങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ 3 കുട്ടീസിൻ്റെയും കോസ്റ്റ്യൂം എന്ന് പറയുന്നത് ഒരുപോലെ ഉള്ളതാണ്. ഞാൻ പ്രതീക്ഷിക്കാണ്ട് പോയിട്ട് എടുത്തതാണ്. അപ്പോൾ 3 ആൾക്കും ഒരുപോലെ സൈസ് കിട്ടിയതുകൊണ്ട് മൂത്താൾ നല്ല ഹാപ്പിയായി. പൊതുവേ 2 ചെറിയാൾക്ക് മാത്രമേ ഒരുപോലെ കിട്ടാറുള്ളൂ. ഇവള് വലുതായതുകൊണ്ട് കിട്ടൂല. അപ്പോൾ എപ്പോഴും ടെൻഷനാണ്. അപ്പോൾ എന്തോ ഒരു ഭാഗ്യത്തിന് 3 സൈസ് ഒരുപോലെ കിട്ടിയതുകൊണ്ട് അവർ നല്ല ഹാപ്പിയായി. പിന്നെ അന്നത്തെ ഫുഡ് എന്ന് പറയുന്നത് നമ്മളെ കണ്ണൂർക്കാർ സ്പെഷ്യൽ അൽസിയും ഇന്നലത്തെ പോലെ തന്നെ ലഗോൺ ചിക്കൻ്റെ ബിരിയാണി ഉണ്ടായിന്. ഫുഡ് കഴിക്കലും കൂടി കഴിഞ്ഞാൽ പ്രധാന പണി എന്ന് പറയുന്നത് പിന്നെ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോക്കുന്നത്. നമ്മളീ കണ്ണൂർ ഭാഗത്തേക്കെല്ലാം പെണ്ണിൻ്റെ വീട് കാണാനും പെണ്ണിനെ കൂട്ടാൻ പോക്കുന്നെല്ലാം പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ് കേട്ടോ. ഒരുപാട് പെണ്ണുങ്ങളുണ്ടാവും, ആണുങ്ങൾ കുറവായിരിക്കും. അപ്പോൾ ആദ്യത്തെ ബസ്സും ഫുള്ളായി, ട്രാവലറും ഫുള്ളായി, അങ്ങനെ ലാസ്റ്റ് കാറിലാണ് എനിക്ക് സീറ്റ് കിട്ടിയത്. പിന്നെ ഈ ഫ്രണ്ടിൽ ഇരുന്നിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കാൻ കാരണം തന്നെ എൻ്റെ 2 ചോട്ടാസും വന്നിട്ടുണ്ടായിട്ടില്ല. ആ ഒരു പെണ്ണിനെ കൂട്ടാൻ പോകുന്ന ടൈം ആകുമ്പോഴേക്ക് 2 ആളും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഉമ്മ അവരെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോയിട്ട് നീ പോയിക്കോന്ന് പറഞ്ഞിട്ട് കുറേ നാളിന് ശേഷം അവർ 2 ആളും മടിയിലിരിക്കാണ്ട് ഇങ്ങനെ ഒരു യാത്രയും കൂടി ഞാൻ പോകുന്നേട്ടാ. അപ്പോൾ തളിപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് പെണ്ണിൻ്റെ വീടുണ്ടായിരുന്നു. അത്യാവശ്യം കാണാൻ നല്ലൊരു സീനറിയും ഭംഗിയും പാടവും പുഴയിലുള്ള ഒരു സ്ഥലത്തേക്ക് കൂടിയാണ് ഇങ്ങനെ പോകുന്നത്. അങ്ങനെ പെണ്ണിൻ്റെ വീട്ടിലെത്തി പെണ്ണിനെയും കൂടി കൂട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വീട്ടിൽ വന്ന് രാത്രി വരെ പിന്നെ ചെറിയ ഫങ്ഷൻസും കാര്യങ്ങളും ഫോട്ടോ എടുക്കലും അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം. പ്രത്യേകിച്ച് അവരെ കൂട്ടിയിട്ട് വന്നതിന് ശേഷം പരിപാടിയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കല്യാണം മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് നല്ല ഭംഗിയിൽ തന്നെ നടന്ന്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ നാട്ടിൽ ഇതുപോലെ നിക്കാഹും പെണ്ണിനെ കൂട്ടിയിട്ട് വരുത്തലും ഒരു ദിവസം തന്നെയാണോ ഉണ്ടാവൽ, അല്ലെങ്കിൽ വേറെ വേറെ ദിവസമാണോ, അല്ലെങ്കിൽ കല്യാണത്തിന് ഉണ്ടാകുന്ന സ്പെഷ്യൽ ഫുഡ് എന്തൊക്കെയാണെന്നെല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.